Hello children, welcome to Kids Area Online. Annual exam ആണ്. Annual examന് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതൊക്കെ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. റെഡിയാണല്ലോ? റെഡിയാണ്. അതിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട്. ഏപ്രിൽ മെയിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട്. മലയാളം ലെറ്റേഴ്സ് മുതലുള്ള ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് വരെയുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എഴുതുന്ന രീതിയിൽ, വായിക്കാനും എഴുതുന്ന രീതിയിലും ആക്കുന്നുണ്ട്. ഹിന്ദിയും അതുപോലെ ലെറ്റേഴ്സ് മുതൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് വരെ ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട്. LKG UKG റിവിഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. ഈ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ, ട്യൂഷനും മെയ് 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കോഴ്സ് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ക്ലാസ്സിലേക്ക് പോകാം. എക്സാം റിവിഷൻ ക്ലാസ് ആണ്. റെഡി? റെഡി. നോക്കിയേ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാഫിക് ലൈറ്റ്സ്. സോനു ഈസ് റൈഡിംഗ് ഹിസ് ബൈസിക്കിൾ. ഓൺ ഹിസ് വേ ഹി വാണ്ട്സ് ടു ക്രോസ് ദ റോഡ് അറ്റ് ദ ട്രാഫിക് പോയിന്റ്. സോനു ബൈസൈക്കിൾ ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് റോഡ് കുറുകെ മറുവശത്ത് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ട്രാഫിക് പോയിന്റിൽ സോനു നിൽക്കുകയാണ്. ആ ട്രാഫിക് സിഗ്നലാണ് ഇവിടെ കാണുന്നത്. ട്രാഫിക് സിഗ്നലിലുള്ള ലൈറ്റ്സ് ഏതൊക്കെയായിരുന്നു? കളർ ദ ട്രാഫിക് ലൈറ്റ്സ്. എങ്ങനെ കളർ ചെയ്യാം? ഏറ്റവും മുകളിൽ ഏത് കളറായിരിക്കും? നിങ്ങൾ പറഞ്ഞേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. എക്സാം റെഡി ആയിരിക്കുമല്ലേ? ഏറ്റവും മുകളിൽ ഏത് കളറാ? റെഡ്. ഏത് കളറാണ്? റെഡ് കളറാണ്. വെരി ഗുഡ്. മിഡിലോ അടുത്ത ഏത് കളറാണ്? റെഡിന് താഴെ ഏത് കളറാണ്? യെസ്, യെല്ലോ. ഏത് കളറാണ്? യെല്ലോ. ഏറ്റവും താഴെ ഏത് കളറാണ്? ഗ്രീൻ. അപ്പോൾ മറക്കല്ലേ, ട്രാഫിക് സിഗ്നലിൽ ഈ ട്രാഫിക് ലൈറ്റ്സിന് കളർ നൽകാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഏതാണ്? റെഡ്. സെക്കൻഡ് യെല്ലോ. തേർഡ് ഗ്രീൻ. പറഞ്ഞേ, റെഡ്, യെല്ലോ, ഗ്രീൻ. മറക്കില്ലല്ലോ. റെഡ്, യെല്ലോ, ഗ്രീൻ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുമല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ. യൂസ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഈ ബോക്സിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഏതൊക്കെ വാക്കുകളാണ്? ക്രോസ്. ക്രോസ് എന്ന് പറഞ്ഞാൽ മറികടക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു വശത്തേക്ക് പോവുക. സ്റ്റോപ്പ്, നിൽക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക. ഇപ്പോൾ റെഡ് സിഗ്നലാണ്. റെഡ് സിഗ്നൽ ആണെങ്കിൽ എന്താ പറയേണ്ടത്? സോനു, എന്താ ഇവിടെ എഴുതാനുള്ളത്? ഇതിൽ നിന്ന് എന്താ എഴുതാനുള്ളത്? റെഡ് സിഗ്നൽ ആണ്. സോനു, യെസ്, സ്റ്റോപ്പ്. സോനു, സ്റ്റോപ്പ്. കാരണം എന്താ? റെഡ് സിഗ്നൽ ആണ്. റെഡ് സിഗ്നൽ ആണെങ്കിൽ എന്ത് പറയണം? സ്റ്റോപ്പ് പറയണം. റെഡ് സിഗ്നൽ ആണെങ്കിൽ എന്താണ്? സ്റ്റോപ്പ്. റെഡ് സിഗ്നലിന്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. യെല്ലോ. യെല്ലോ ആണെങ്കിൽ എന്ത് പറയാം? പ്ലീസ്, പ്ലീസ് വെയിറ്റ്. പ്ലീസ് വെയിറ്റ്. പ്ലീസ് വെയിറ്റ്. ഗ്രീൻ. ഗ്രീൻ കളർ ആണെങ്കിൽ എന്താ പറയാനുള്ളത്? ഗ്രീൻ കളർ ആണെങ്കിൽ ക്രോസ്, മറികടക്കുക. ക്രോസ് ദ റോഡ്. ക്രോസ് ദ റോഡ്. അപ്പോൾ ഗോ എന്നും പറയാറുണ്ട് കേട്ടോ. റെഡ് ആണെങ്കിൽ സ്റ്റോപ്പ്, യെല്ലോ ആണെങ്കിൽ വെയിറ്റ്, ഗ്രീൻ ആണെങ്കിൽ നമുക്ക് പോകാം, അല്ലേ? മുന്നോട്ടേക്ക് പോകാം. സംശയമുണ്ടോ? പഠിച്ചില്ലേ? അപ്പോൾ ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് ലൈറ്റ്സ് കറക്റ്റായിട്ട് അറിയാലോ? അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ദ ബേർഡ്സ് ആർ ഡൂയിങ്. പക്ഷികൾ എന്താണ് ചെയ്യുന്നത്? ഹൂട്ടിംഗ്, ക്രോയിങ്, ടോക്കിംഗ്, ക്വാക്കിംഗ്, സ്ക്രീമിംഗ്. ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്
എന്ന് ഓരോ പക്ഷികൾക്കും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതണം. ഫസ്റ്റ് ഇതാരാണ്? പീകോക്ക്. ദ പീകോക്ക് ഈസ് ഹൂട്ടിംഗ് ആണോ, ക്രോയിങ് ആണോ, ടോക്കിംഗ് ആണോ, കോക്കിംഗ് ആണോ, സ്ക്രീമിംഗ് ആണോ? പീകോക്ക് ആണ്. പീകോക്ക് എന്താ ചെയ്യുന്നേ? സ്ക്രീമിംഗ്, അലറുന്ന ശബ്ദം പോലെ. സ്ക്രീമിംഗ്. ദ പീകോക്ക് ഈസ് സ്ക്രീമിംഗ്. ദ പീകോക്ക് ഈസ് സ്ക്രീമിംഗ്. തെറ്റില്ല കേട്ടോ. പീകോക്ക് എന്താണ്? സ്ക്രീമിംഗ്. ദ പീകോക്ക് ഈസ് സ്ക്രീമിംഗ്. ദ പീകോക്ക് ഈസ് സ്ക്രീമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂസ്റ്റർ അല്ലെങ്കിൽ കോക്ക്, പൂവൻകോഴി. ദ റൂസ്റ്റർ ഈസ്, ഇതിലേതാണ്? കൂകുക. കൂകുക എന്നതിന് ഏതാ പറയാ? ക്രോയിങ്. എന്താ പറയാ? ക്രോയിങ്. ദ റൂസ്റ്റർ ഈസ് ക്രോയിങ്. ദ റൂസ്റ്റർ ഈസ് ക്രോയിങ്. ദ റൂസ്റ്റർ ഈസ് ക്രോയിങ്. പീകോക്ക് സ്ക്രീമിംഗ്, റൂസ്റ്റർ ക്രോയിങ്. അടുത്ത ബേർഡ് ഏതാണെന്ന് നോക്കാം. പാരറ്റ്. ദ പാരറ്റ് ഈസ്, ദ പാരറ്റ് ഈസ് ടോക്കിംഗ്. തത്ത സംസാരിക്കില്ലേ? ടോക്കിംഗ്. ദ പാരറ്റ് ഈസ് ടോക്കിംഗ്. ദ പാരറ്റ് ഈസ് ടോക്കിംഗ്. അടുത്ത ബേർഡ് ഏതാണ്? ഔൾ. ദ ഔൾ ഈസ് ഹൂട്ടിംഗ്. ദ ഔൾ ഈസ് ഹൂട്ടിംഗ്. ദ ഔൾ ഈസ് ഹൂട്ടിംഗ്. ഔൾ ഈസ് ഹൂട്ടിംഗ്. നെക്സ്റ്റ് ക്വാക്കിംഗ്. ആരാണ് ക്വാക്കിംഗ് ചെയ്യുന്നത്? ഡക്ക്. ദ ഡക്ക് ഈസ് ക്വാക്കിംഗ്. ദ ഡക്ക് ഈസ് ക്വാക്കിംഗ്. ഹൂട്ടിംഗ് ആരാണ്? ഹൂട്ടിംഗ് ഔൾ. ക്രോയിങ് ആരാണ്? ക്രോയിങ് റൂസ്റ്റർ, പൂവൻകോഴി. ടോക്കിംഗ് ആരാണ്? ടോക്കിംഗ്, സംസാരിക്കുന്നത് ആരാണ്? പാരറ്റ്. ക്വാക്കിംഗ് ആരാണ്? ക്വാക്കിംഗ്, ക്വാക്ക് ക്വാക്ക് ക്വാക്ക്, ഡക്ക്. സ്ക്രീമിംഗ് ആരാണ്? സ്ക്രീമിംഗ് പീകോക്ക്. ഒരിക്കൽ കൂടി. ഹൂട്ടിംഗ് ഔൾ, ക്രോയിങ് റൂസ്റ്റർ, ടോക്കിംഗ് പാരറ്റ്, ക്വാക്കിംഗ് ഡക്ക്, സ്ക്രീമിംഗ് പീകോക്ക്. ഇനി ഒരാളെ കൂടെ പറഞ്ഞു തരാം. ക്രോ. ക്രോ എന്താ ചെയ്യുന്നേ? ക്രോ. ദ ക്രോ ഈസ് cawing. Cawing. Okay, the crow is cawing. Caw, caw, cawing. Caw, caw. Okay? തെറ്റില്ലല്ലോ. അപ്പോൾ ബേർഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതൊരു പിക്ചറാണ് കേട്ടോ. സ്ലീപ്പിംഗ്, സ്വിമ്മിങ്, ആർ, സിറ്റിംഗ്, മങ്കി. ബോക്സിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. സ്ലീപ്പിംഗ് ആരാണ്? സ്ലീപ്പിംഗ് ടൈഗർ. സ്വിമ്മിങ് ആരാണ്? സ്വിമ്മിങ് നീന്തുന്നത് ആരാണ്? ഡഗ്. സിറ്റിംഗ് ഇരിക്കുന്നത് ആരാണ്? ബെയർ. ഇവിടെ മങ്കി ഉണ്ട്. മങ്കി എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ആടുന്നു അല്ലേ? സ്വിങ്ങിങ്. ഇനി ആരുണ്ട്? ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലാണ് നമ്മൾ ആർ എന്ന് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഈസ് സ്വിങ്ങിങ്. സ്വിങ്ങിങ് ആടുന്നു. ദ ഡാഷ് ഈസ് സ്വിങ്ങിങ്. എളുപ്പമാണ്. ആരാ? മങ്കി. ആരാണ്? മങ്കി. മങ്കി ഇവിടെ ഉണ്ട്, അതെടുത്ത് എഴുതുക. നെക്സ്റ്റ്, ദ ഡക്ക്. ദ ഡക്ക് ഈസ് swimming. Duck swimming in a pond. The duck is swimming in a pond. The duck is swimming. Duck എന്ത് ചെയ്യുന്നു? നീന്തുന്നു അല്ലേ? Duck is swimming. അടുത്ത ആരാണ്? The birds. The birds dash flying in the sky. Birds പക്ഷികൾ എന്ത് ചെയ്യുന്നു? പറക്കുന്നു അല്ലേ? അപ്പോൾ birds are. The birds are flying in the sky. The birds are flying in the sky. The bear is dash on the rock. എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു അല്ലേ? The bear is sitting on the rock. The bear is sitting on the rock. The tiger is. Tiger എന്ത് ചെയ്യുന്നു? Sleeping. The tiger is sleeping.
അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സ്ലീപ്പിംഗ് ആരാണ്? ടൈഗർ. ദ ടൈഗർ ഈസ് സ്ലീപ്പിംഗ്. ദ ഡക്ക് ഈസ് സ്വിമ്മിങ്. ദ ബേർഡ്സ് ആർ flying. The bear is sitting. The monkey is swinging. സംശയമുണ്ടോ? The tiger is sleeping. Tiger ഉറങ്ങുന്നു. The bear is sitting on the rock. Bear ഇരിക്കുന്നു. The monkey is swinging. Monkey ആടുന്നു. The duck is swimming. താറാവ് എന്ത് ചെയ്യുന്നു? നീന്തുന്നു. The birds are flying. പക്ഷികൾ പറക്കുന്നു. മനസ്സിലായോ? തെറ്റില്ലല്ലോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ കറക്റ്റായിട്ട് എഴുതുമല്ലോ. ഓക്കെ, ഇവിടെ നോക്കിയേ. ഐഡൻറ്റിഫൈ ദ ഫാമിലി മെമ്പേഴ്സ്. ഇത് നമ്മുടെ ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് എഴുതണം. ഇത് ബ്രദറാണ്. ഇതാരാണ്? ബ്രദർ. ഇത് രണ്ടും ആരായിരിക്കും? ഇതാരായിരിക്കും? ഫാദർ, മദർ. ഫാദർ, മദർ. ഫാദർ, മദർ. ഇതാരാണ്? സിസ്റ്റർ. സിസ്റ്റർ ഈ അച്ഛൻ്റെ അമ്മയുടെയും മക്കളാണ് അല്ലേ? ബ്രദർ ആൻഡ് സിസ്റ്റർ. സഹോദരനും സഹോദരിയും. ഫാദർ അച്ഛൻ, മദർ അമ്മ, ബ്രദർ സഹോദരൻ, സിസ്റ്റർ സഹോദരി. ഇതാരാണ്? മുത്തശ്ശനും മുത്തശ്ശിയും. അതിനെന്താ പറയാ? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് കേട്ടോ. നിങ്ങളിത് പഠിച്ചിട്ടേ പോകാവൂ. എഴുതാൻ പഠിച്ചിട്ട് പോണേ, സ്പെല്ലിംഗ് പഠിച്ചിട്ട് പോണേ. ഫാദർ, മദർ, സിസ്റ്റർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. FATHER ഫാദർ. MOTHER മദർ. BROTHER ബ്രദർ. SISTER സിസ്റ്റർ. GRAND ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അപ്പോൾ ഇതാരാണ്? ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. തെറ്റില്ലല്ലോ? എന്നാൽ ഇത് ഉപയോഗിച്ച് ഒരു വർക്ക് തരട്ടെ. ഇത് സൈറയുടെ ഫാമിലിയാണ് കേട്ടോ. സൈറയുടെ ഫാമിലിയാണ്. അവരുടെ പേര് നൽകിയിട്ടുണ്ട്. റഹിം, സീന. ഇത് സൈറയാണ് കേട്ടോ, തെറ്റിപ്പോയി. ഇത് സൈറയാണ്. റഹിം, സൈറ, സീന, യൂസഫ്, റീന, റോഷൻ. ഇതാണ് സീന. ഇത് സൈറയാണ്. തെറ്റിപ്പോലെ സൈറയാണ്. ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഐ ആം സൈറ. സൈറ പറയുകയാണ്. ഇതാണ് സൈറ. കണ്ടോ? മുഖം നോക്കി. ഐ ആം സൈറ. ഐ ആം സൈറ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാരാണ്? ഐ ആം റീന. സൈറാസ്. ഐ ആം റീന. ഇതാണ് റീന. സൈറയുടെ ആരാണ്? ഐ ആം റീന. സൈറാസ് സൈറയുടെ അമ്മ. സൈറാസ് മദർ. ഐ ആം റീന. സൈറാസ് മദർ. അടുത്ത പിക്ചർ ശ്രദ്ധിച്ചേ. ഇതാരാണ്? സീന. പേരെന്താ? സീന. അപ്പോൾ എന്താ ഇവിടെ എഴുതാനുള്ളത്? ദിസ് ഈസ് സീന, സൈറാസ് ഗ്രാൻഡ് മദർ. ദിസ് ഈസ് സീന, സൈറാസ് ഗ്രാൻഡ് മദർ. മുത്തശ്ശി. ഇത് മദർ, ഇത് ഗ്രാൻഡ് മദർ. മദർ റീന, ഗ്രാൻഡ് മദർ സീന. അപ്പോൾ ദിസ് ഈസ് റീന, ദിസ് ഈസ് സീന. ദിസ് ഈസ് റീന, സൈറാസ് മദർ. ദിസ് ഈസ് സീന, സൈറാസ് ഗ്രാൻഡ് മദർ. അടുത്ത പിക്ചർ നോക്കിയേ. ഇതാരാണ്? യൂസഫ്. ഹായ്, ഐ ആം യൂസഫ്. സൈറാസ് ബ്രദർ. സൈറാസ് ബ്രദർ. ഐ ആം യൂസഫ്. സൈറാസ് ബ്രദർ. അടുത്ത പിക്ചർ നോക്കിയേ. ഇതാരാണ്? റോഷൻ. ദിസ് ഈസ് റോഷൻ. സൈറാസ് ഫാദർ. സ്പെല്ലിംഗ് പഠിച്ചിട്ട് പോണേ. സൈറാസ് ഫാദർ. ദിസ് ഈസ് റോഷൻ. സൈറാസ് ഫാദർ. ഇതാരാണ്? സൈറയാണല്ലേ. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? there are dash members in my family. ഫാമിലിയിൽ എത്ര പേരുണ്ട്? 1 2 3 4 5 6. there are 6 members in my family. there are
6 members in my family. ഓക്കെ, അപ്പോൾ ഫാമിലി എന്നൊരിതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവുക? ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഇവിടെ സൈറയുടെ ഫാദർ റോഷൻ, സൈറയുടെ മദർ റീന, സൈറയുടെ ബ്രദർ യൂസഫ്, സൈറയുടെ ഗ്രാൻഡ് ഫാദർ റഹീം, സൈറയുടെ ഗ്രാൻഡ് മദർ സീന. ഓക്കെ, പിക്ചർ തന്നാലും എഴുതാനായിട്ട് അറിയാലോ? അറിയാം. കംപ്ലീറ്റ് ദ റിഡിൽ. ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക്. ഞാൻ ബിഗാണ്, ബ്ലാക്കും ആണ്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. എനിക്ക് നീളമുള്ളൊരു തുമ്പിക്കൈയുണ്ട്. ഐ ഈറ്റ് പാം ലീവ്സ്. ഞാൻ പനയോലകൾ കഴിക്കും. ഹൂ ആം ഐ? ഞാൻ ആരാണ്? നിങ്ങൾക്ക് ആദ്യത്തെ സെന്റൻസിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും ആൻസർ. ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക്. ആരാണ്? എലിഫന്റ്. ആരാ? എലിഫന്റ്. തുമ്പിക്കൈയുള്ളത് ആർക്കാണ്? എലിഫന്റിനാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്വാക്ക്. ഞാൻ ക്വാക്ക് എന്ന ശബ്ദം ഉണ്ടാക്കും. ഐ ഹാവ് വെബ്ഡ് ഫീറ്റ്. വെബ് നമ്മുടെ ചിലന്തി വല പോലെയല്ലേ, വെബ് പോലെ, അങ്ങനത്തെ ഫീറ്റാണ്, പാദങ്ങളാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഓരോ വിരലുകളായിട്ടല്ല, ഒരുമിച്ചിരിക്കുന്ന പരന്ന കാലുകൾ, അതാണ് വെബ്ഡ് ഫീറ്റ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ആൻസർ കിട്ടിയോ? പറഞ്ഞേ, ആരാണ്? ഡക്ക്. ഡക്കിന്റെ സ്പെല്ലിംഗ് എന്താ? DUCK. ഡക്ക്. DUCK, ഡക്ക്. പാരറ്റ് ആണ് ഉത്തരം വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? പാരറ്റ് എന്ന ആൻസറിന് നിങ്ങൾക്ക് എങ്ങനെ ഒരു റിഡിൽ ഉണ്ടാക്കാം? പറഞ്ഞേ. ഐ ആം ഗ്രീൻ. ഐ ക്യാൻ ഫ്ലൈ. ഐ ഹാവ് റെഡ് ബീക്ക്. ഹൂ ആം ഐ? പാരറ്റ് എന്ന ഉത്തരം നൽകിയിട്ടുണ്ടാകും. നിങ്ങൾ റിഡിലാണ് ഉണ്ടാക്കാനുള്ളത്. എങ്ങനെ എഴുതാം? ഐ ആം ഗ്രീൻ. ഞാൻ പച്ച നിറത്തിലാണ്. ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയും. ഐ ഹാവ് റെഡ് ബീക്ക്. എനിക്ക് ചുവന്ന ചുണ്ടുകളുണ്ട്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഉത്തരം എന്ത് തന്നെയാണ് വരിക? പാരറ്റ്. ഐ ആം ഗ്രീൻ. ഐ ക്യാൻ ഫ്ലൈ. ഐ ഹാവ് റെഡ് ബീക്ക്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ആരാ? പാരറ്റ്. ഓക്കെ. മൈ നോസ് ഈസ്. മൈ ഐസ് ആർ. മൈ ഇയേഴ്സ് ആർ. മൈ കളർ ഈസ് ഐ ആം. ഇവിടെ ഐ ആം ആൻഡ് എലിഫന്റ് എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നൽകിയിട്ടുണ്ട്. ബോക്സിൽ ബ്ലാക്ക്, സ്മോൾ, ബിഗ്, ലോങ്, ടോൾ ഇത്രയും നൽകിയിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യണം. മൈ നോസ് ഈസ്. എൻ്റെ നോസ് എന്താ? ലോങ്, നീളമുള്ളതാണ്. നോസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രങ്ക്, തുമ്പിക്കൈയാണ്. മൈ നോസ് ഈസ് ലോങ്. മൈ ഐസ് ആർ. വലിയ മൃഗമാണെങ്കിലും കണ്ണെങ്ങനെയാ? സ്മോൾ, ചെറുതാണ്. മൈ ഐസ് ആർ സ്മോൾ. മൈ ഇയേഴ്സ് ആർ. എൻ്റെ ചെവികൾ എങ്ങനെയാണ്? ബിഗ്, വലുതാണ്. മൈ കളർ ഈസ് ബ്ലാക്ക്. എൻ്റെ നിറം കറുപ്പാണ്. ഐ ആം ടോൾ. ഞാൻ പൊക്കമുള്ളതാണ്. ആരാ? ഐ ആം ആൻ എലിഫന്റ്. ഓക്കെ. അപ്പോൾ ഇതുപോലെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ ഫില്ല് ചെയ്യണം. ബോക്സിൽ നൽകിയിട്ടുണ്ടാകും, അതെടുത്ത് എഴുതി കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. മൈ നോസ് ഈസ് ലോങ്. മൈ ഐസ് ആർ സ്മോൾ. മൈ ഇയേഴ്സ് ആർ ബിഗ്. മൈ കളർ ഈസ് ബ്ലാക്ക്. ഐ ആം ടോൾ. ഇതാരെക്കുറിച്ചാണ്? എലിഫന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലെയും റിഡിൽ ചോദിച്ചാൽ എഴുതാനായിട്ട് കഴിയണം. ഇവിടെ നോക്കി, കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അറ്റ് ദ സൂ. ഇവിടെ സൂ കാണാനായിട്ട് സോനുവും സോനുവിൻ്റെ ഗ്രാൻഡ് പായും കൂടെ വന്നിട്ടുണ്ട്. ഒത്തിരി അനിമൽസ് ഉണ്ട്. ആരൊക്കെയാ? എലിഫന്റ്, ലയൺ, ടൈഗർ, ജിറാഫ്, മങ്കി, സീബ്ര. അങ്ങനെ ഗ്രാൻഡ് പാ സോനുവിന് എല്ലാ മൃഗങ്ങളെയും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആരുടെ അടുത്തെത്തി? ഇതാരാ? ജിറാഫ്. ഹായ് ദേർ ഈസ് എ. അവിടെ ഒരു എന്താ പറയുക? ഗ്രാൻഡ് പാ എങ്ങനെയായിരിക്കും സോനുവിന് പറഞ്ഞു കൊടുക്കുക? ഹായ് ദേർ ഈസ് എ. അവിടെ ഒരു ജിറാഫ്. മൃഗങ്ങളുടെ പേര് എഴുതുക. ദേർ ഈസ് എ ജിറാഫ്. അടുത്ത ലയൻ്റെ അടുത്തേക്ക് പോയി. ലുക്ക് അറ്റ് ദാറ്റ്. അങ്ങോട്ടേക്ക് നോക്കൂ. ആരാ? ലയൺ. ലുക്ക് അറ്റ് ദാറ്റ് ലയൺ. ആ ലയണിനെ നോക്കൂ. ലുക്ക് അറ്റ് ദാറ്റ് ലയൺ. ജിറാഫ്, ലയൺ.
അടുത്ത ആരുടെ അടുത്താ പോയത്? ലുക്ക് there is a, നോക്കൂ അവിടെ ഒരു സീബ്ര. ലുക്ക് there is a zebra. ഗ്രാൻഡ് സോനു അടുത്ത ആരുടെ അടുത്തേക്ക് പോയി? പീകോക്കിന്റെ അടുത്ത് പോയി. വാവ്, ഹിയർ ഈസ്, ഇവിടെ ഒരു പീകോക്ക്. അപ്പൊ എന്താണോ കണ്ടത് അതിൻ്റെ പേര് നമ്മൾ എഴുതാനുള്ളതായിരുന്നു ഈ ആക്ടിവിറ്റി. ഇങ്ങനൊരു ആക്ടിവിറ്റി വന്നാൽ തെറ്റാതെ എഴുതുക. അതിനായിട്ട് എന്ത് ചെയ്യണം? സ്പെല്ലിംഗ് പഠിച്ചിട്ട് പോകണം. പാർട്സ് ഓഫ് ദ ബൈസൈക്കിൾ. നിങ്ങൾക്ക് സൈക്കിൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പാർട്സ് എവിടെയാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചിന്തിച്ചോ? സീറ്റ്. എന്നാൽ സീറ്റ് എവിടെയാണെന്ന് കാണിച്ചു തന്നെ ടീച്ചറിന്. സീറ്റ് എവിടെയാ? സൈക്കിളിൻ്റെ സീറ്റ് എവിടെയാ? സീറ്റ് കറക്റ്റ് ആണോ? യെസ്. നെക്സ്റ്റ് ടയർ. ടയർ എവിടെയാണെന്ന് കാണിച്ചു. ടയർ എവിടെയാ? യെസ്, ടയർ. വെരി ഗുഡ്. നെക്സ്റ്റ് ലൈറ്റ്. ലൈറ്റ് എവിടെയാണെന്ന് കാണിച്ചു. ലൈറ്റ്. ലൈറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് ഹാൻഡിൽ. ഹാൻഡിൽ എവിടെയാണെന്ന് കാണിച്ചു. ഹാൻഡിൽ. ഹാൻഡിൽ പിടിക്കുന്നത് അല്ലേ? ഹാൻഡിൽ. നെക്സ്റ്റ് പെഡൽ. പെഡൽ ഏതാണെന്ന് കാണിച്ചു തന്നെ. പെഡൽ ചവിട്ടി കറക്കുന്നതാണ് അല്ലേ? പെഡൽ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് സ്റ്റാൻഡ്. സ്റ്റാൻഡ് എവിടെയാണെന്ന് കാണിച്ചു തന്നെ. സ്റ്റാൻഡ്. അപ്പോൾ ബൈസൈക്കിളിൻ്റെ പാർട്സ് ആണ് നമ്മൾ നോക്കിയത്. ബൈസൈക്കിളിൻ്റെ പാർട്സ് ഏതൊക്കെയാ? സീറ്റ്, ഹാൻഡിൽ, ലൈറ്റ്, ടയർ, പെഡൽ, സ്റ്റാൻഡ്. ഏതൊക്കെയാണ്? സീറ്റ്, ഹാൻഡിൽ, ലൈറ്റ്, ടയർ, പെഡൽ, സ്റ്റാൻഡ്. തെറ്റില്ലല്ലോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാതെ എഴുതുമല്ലോ. ഓക്കെ ഓക്കെ, ഇവിടെ തെറ്റിപ്പോയി. പാർട്സ് ഓഫ് ദ ബൈസൈക്കിൾ എന്നാണ്. അങ്ങനെയല്ല, ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. പീകോക്ക്. ബിഗ്, കളർഫുൾ, ഫാസ്റ്റ്, ലോങ്. ഇത്രയും നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതണം. ബിഗ്, കളർഫുൾ, ഫാസ്റ്റ്, ലോങ്. ഇതുപയോഗിച്ച് എങ്ങനെ പീകോക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാം? ദ പീകോക്ക് ഈസ് എ ബിഗ് ബേർഡ്. ദ പീകോക്ക് ഈസ് എ ബിഗ് ബേർഡ്. പീകോക്ക് വലിയൊരു പക്ഷിയാണ്. ദ പീകോക്ക് ഈസ് എ ബിഗ് ബേർഡ്. പീകോക്ക് വലിയൊരു പക്ഷിയാണ്. ഇറ്റ് ഫെദേഴ്സ് ആർ കളർഫുൾ. അതിൻ്റെ തൂവലുകൾ നല്ല കളർഫുള്ളാണ്. ഇറ്റ് ഫെദേഴ്സ് ആർ കളർഫുൾ. ദ പീകോക്ക് ഈസ് എ ബിഗ് ബേർഡ്. ഇറ്റ് ഫെദേഴ്സ് ആർ കളർഫുൾ. ഫാസ്റ്റ്. ഇറ്റ് റൺസ് ഫാസ്റ്റ്. ഇത് വേഗത്തിൽ ഓടും. ലോങ്. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. ഇതിന് നീളമുള്ള വാലുണ്ട്. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. ഇതിന് നീളമുള്ള വാലുണ്ട്. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതണം. എങ്ങനെ എഴുതാം? ദ പീകോക്ക് ഈസ് എ ബിഗ് ബേർഡ്. ഇറ്റ് ഫെദേഴ്സ് ആർ കളർഫുൾ. ഇറ്റ് റൺസ് ഫാസ്റ്റ്. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. തെറ്റില്ലല്ലോ? The peacock is a big bird. Its feathers are colorful. It runs fast. It has a long tail. Okay, മനസ്സിലായിരുന്നോ? ഇവിടെ കുറച്ച് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഈ ബേർഡ്സ് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ പീകോക്ക് ഉണ്ട്. പീകോക്ക് ഓരോ ബേർഡ്സിൻ്റെ അടുത്തും പോയിരിക്കുകയാണ്. ഏതൊക്കെ ബേർഡ്സിനാണ് പീകോക്ക് കണ്ടത്? നിങ്ങൾക്കറിയാവുന്ന ബേർഡ്സിൻ്റെ പേര് പറയും. ഇവിടെയുള്ള ബേർഡ്സിൻ്റെ പേര് പറയണമെന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ബേർഡ്സിൻ്റെ പേര് പറഞ്ഞേ. കുറച്ച് ബേർഡ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം? പീകോക്ക്, PEACOCK, പീകോക്ക്. ക്രോ, CROW, ക്രോ. വേർഡ് വെബ്. ബേർഡ്സിൻ്റെ വേർഡ് വെബ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന് ചുറ്റും വരച്ചിട്ട് നമ്മൾ ലൈൻസ് വരച്ചിട്ട് അവിടെ ഓരോ ബേർഡ്സിനെയും പേരെഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ബേർഡ്സ് ഏതൊക്കെയാണ്? പീകോക്ക്, ക്രോ, ഔൾ, ഈഗിൾ, പാരറ്റ്. 5 ബേർഡ്സിൻ്റെ പേര് പഠിച്ചുവല്ലോ. ഏതൊക്കെയാ? പീകോക്ക് മയിൽ, ക്രോ കാക്ക, ഔൾ മൂങ്ങ, ഈഗിൾ പരുന്ത്, പാരറ്റ് തത്ത. ആരൊക്കെയാ? പീകോക്ക് മയിൽ, ക്രോ കാക്ക,
ഔൾ മൂങ്ങ, ഈഗിൾ പരുന്ത്, പാരറ്റ് തത്ത. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ടീച്ചർ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ നല്ലതുപോലെ ഇത് പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ട്യൂഷന് ചേരാൻ താല്പര്യമുള്ളവർ, വെക്കേഷൻ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. Okay children, bye bye. Thank you.